ഒരു 3 മുട്ട, കോഴിമുട്ട, കുറച്ച് ഉപ്പ്, ബേക്കിംഗ് സോഡ കുറച്ച്, ഒരു 200 മില്ലി പാല്, 200 മില്ലി ഗ്രാം പഞ്ചസാര, ഒരു സ്പൂണ് ബട്ടർ, അതായത് ജുബ്ദ, ഒരു 3 ഏലക്ക. അപ്പോൾ അതിലേക്ക് ഒരു 600 ഗ്രാം മൈദ ഇട്ടിരുന്നു. അപ്പോൾ ഇതൊരു ചപ്പാത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഒരു ചപ്പാത്തിൻ്റെ രൂപത്തിൽ കുഴച്ചെടുക്കുക. 600 ഗ്രാം മൈദ എന്തായാലും ഇതിൽ വേണം. മധുരം വേണ്ടവർക്ക് കൂടുതലിടാം, അതിലേലും കുറയണ്ട അതിലില്ല. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് വല്ലാണ്ട് കുഴച്ചെടുക്കാൻ വേണ്ട, ഒന്ന് കുഴച്ച് മിക്സാക്കി അടച്ചു വെക്കുക. ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അരമണിക്കൂർ പോരാ, ഒരു മണിക്കൂർ വെച്ചിട്ട് അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഏതാണ്ട് 3/4 മണിക്കൂറായിട്ടുള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ വേണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ അധികം നൈസല്ലാത്ത ഒരു രൂപത്തിൽ കട്ടിയിൽ പരത്തി, ഒരു പൊരിച്ചവത്തിൻ്റെ ഒക്കെ രൂപത്തിൽ പരത്തിയെടുത്താൽ എന്നാലും അത് പൊന്തി കിട്ടിക്കോളും. പൊരിച്ചവത്തിൻ്റെ ആ കനത്തിൽ മതി. അപ്പോൾ ഇതേ വേണ്ടി വേണ്ട രൂപത്തിൽ വലിപ്പം കൂടുതലോ വലിപ്പം കുറച്ചോ എങ്ങനെ ആക്കുക. ഞാൻ ചെറിയ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ടേസ്റ്റൊക്കെ അപാര ടേസ്റ്റാണ്. തൈര് വേണ്ടിയൊക്കെ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. നെയ്വടായി പോലെ നെയ്യ് വേണേൽ ചേർക്കാം. ഇത് പാലൊഴിച്ച പാൽ കേക്ക്. ഓക്കെ, സാധാരണ നമ്മൾ പാലൊഴിക്കാണ്ട പാൽ കേക്ക് ഉണ്ടാക്കുന്നത് പാലൊഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. പാൽപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല, പാൽപ്പൊടി ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊരിച്ചെടുക്കുക, അഥവാ വറുത്തെടുക്കുക. പെട്ടെന്ന് തീ വളരെ കുറച്ച് മതി. കൈയിട്ടാൽ വിരലിട്ടാൽ പൊള്ളാത്ത രീതിയിലായിട്ട് പൊന്തിന് ശേഷം വേണം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് പൊന്തി കിട്ടും. പെട്ടെന്ന് കാണിച്ചു തരാം, സ്പീഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമുക്കിതിനധികം സമയമൊന്നും വേണ്ട, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇത് 2 രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പഞ്ചസാര ഉരുക്കി വെക്കുന്നുണ്ട്. അതെന്തിനറിയോ, പഞ്ചസാര ഉള്ളത് രണ്ട് രോഗികൾക്കുണ്ട്, രോഗി എല്ലാത്തവർക്കും കഴിക്കാം. കുറച്ച് ചെറുനാരങ്ങ അതിൽ പിഴിഞ്ഞിട്ട്. ഇത് മധുരമുള്ളത് ഒന്ന് മിക്സാക്കുക. ഒരു ദിവസം 2 ദിവസം 4 ദിവസമൊക്കെ, പക്ഷേ ഒരു ദിവസം തയ്യൂല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ തീർപ്പത്. നമ്മൾ പറച്ചിലൊക്കെ 4 ദിവസം ഒരാഴ്ച വെക്കാണ്ട് ഗ്യാരണ്ടി ഡേറ്റൊക്കെ ഉണ്ട്, പക്ഷേ അതിനിവിടെ സമയം തരണ്ടാരെങ്കിലും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രവാസികളെ കൊണ്ട് മാത്രം കേട്ടാൻ പറയുന്നത്. പ്രവാസികൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വിചാരിക്കേണ്ടത്. അത് ആകെ 1/2 മണിക്കൂർ കൊണ്ടല്ല.